അസ്സലാമു വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി ഏറെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബഹുമാന്യനായ ഡോക്ടർ നാലകത്ത് സക്കീർ മാസ്റ്റർ എന്ന സൈനുദ്ദീനാണ്. വളരെ വിവിധ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. താക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എന്നുള്ള നിലയിലാണ് നമ്മളൊക്കെ അദ്ദേഹത്തെ നമ്മുടെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി താഴെക്കോട് യൂണിറ്റ് ഇറക്കുന്ന ചരിത്ര പുസ്തകത്തിലേക്ക് 4 പതിറ്റാണ്ടിന്റെ ചരിത്ര പുസ്തകത്തിലേക്ക് അദ്ദേഹത്തെ നമ്മൾ താഴെക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എന്നുള്ള നിലക്കാണ് ഇന്ന് ഇവിടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം ഒരുപാട് മേഖലയിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. കേരള ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ്, അതുപോലെ തന്നെ ചരിത്രത്തിൽ സൂഫിസത്തിൽ PhD ഡോക്ടറേറ്റ് നേടിയ വ്യക്തി, അതോടൊപ്പം തന്നെ താക്കോട് മഹലിന്റെ ഖജാൻജി എന്നീ നിലയിൽ ഒരുപാട് മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. ഇനിയും ഒരുപാട് മേഖലയിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. താഴെക്കോട്ടെ അദ്ദേഹത്തിന്റെ ഒരു ചെറുപ്പം തൊട്ട് താഴെക്കോടിന്റെ ഒരു പ്രസന്ന മുഖം എന്നൊക്കെ തന്നെ ഞങ്ങൾ വിശേഷിപ്പിക്കും. എല്ലാ മേഖലയിലും പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനം, അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു താഴെക്കോടെ നമ്മളെ ഒരു വിദ്യാലയം എന്ന ഏറ്റവും പ്രമുഖമായ ഒരു വിദ്യാലയം എന്നുള്ള നിലക്ക് തന്നെ സമൂഹത്തിന് ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വളർന്നു വരുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് താഴെക്കോട് മേഖലയിൽ പങ്കുവഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് കൂടി സക്കീർ മാസ്റ്റർ വളരെ കൃത്യതയോട് പ്രവർത്തിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വമാണ്. ഇന്നത്തെ വീഡിയോയിൽ പ്രിയപ്പെട്ട സക്കീർ മാസ്റ്ററെ ഞങ്ങൾക്ക് ലഭിച്ചതിൽ ഇതുവരെ നമ്മൾ നടത്തിയിട്ടുള്ള അഭിമുഖങ്ങളിൽ വ്യത്യസ്തമായി തന്നെ വിവിധ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിലക്ക് സക്കീർ മാസ്റ്ററെ വളരെ ഹാർദവുമായി താഴെക്കോട് യൂണിറ്റ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഞാനും ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്ക് മമ്മൂട്ടി സാഹിബും വളരെ കൃത്യമായി തന്നെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി 2 വാക്ക് പറഞ്ഞിട്ട് ബഹുമാന്യനായ സക്കീർ മാഷ് നമ്മുടെ ചർച്ചയിലേക്ക് വരും. അതിനെ ജനറൽ സെക്രട്ടറി ആദരവോടെ ക്ഷണിക്കാം. പ്രിയപ്പെട്ടവരെ, സക്കീർ മാഷിനെ പറ്റിയിട്ട് അധികം വിവരണങ്ങളൊന്നും ആവശ്യമില്ല. താഴെക്കൂട്ടുകാർ ആവശ്യമുള്ളതൊക്കെ തന്നെ പ്രിയപ്പെട്ട പ്രസിഡന്റ് അത് ഭംഗിയായി തന്നെ അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി അതിലേക്ക് കിടക്കേണ്ടുന്ന ആവശ്യമില്ല. സക്കീർ മാഷിനെ സംബന്ധിച്ചിട്ട് നമ്മളെപ്പോഴും കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഏതൊരു വിഷയത്തിൽ ഇടപെട്ടാലും ചടുലതയോടുകൂടെ അത് തീരുമാനമായിട്ട് മൂപ്പര് പുറത്തേക്ക് അതിൽ നിന്ന് പിൻവാങ്ങുള്ളൂ. ഒരു രസകരമായൊരു സംഭവം ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഇപ്പം അടുത്ത കാലത്താണ്, തീയതിയും മാസം എനിക്ക് ഓർമ്മയില്ല, ആ PTMHSന്റെ മുമ്പിൽ ഒരു ബസ് കുട്ടികളെ കയറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പര ആ സ്ലോ മോഷനിൽ പോയിട്ട് ആ ബസ് തടുത്ത് നിർത്തിയ ഒരു രംഗം. അതാണ് ആ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത. ഞാൻ സിമ്പിളായി പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ സക്കീർ മാഷ് പറയും കാര്യങ്ങളൊക്കെ. സക്കീർ മാഷ് നമ്മളെ നിങ്ങൾക്ക് താഴെക്കോടിന്റെ വ്യാപാര മേഖലയിൽ നിങ്ങളെ ഓർമ്മകളൊന്ന് പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചരിത്ര പുസ്തകം 4 പതിറ്റാണ്ടിന്റെ ചരിത്ര പുസ്തകം ഞങ്ങൾ പുറത്തിറക്കുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റി തന്നെ ഇതുപോലെ ഒരു പദ്ധതിയൊന്നും ആവിഷ്കരിച്ചിട്ടില്ല. ഞങ്ങളൊന്ന് പ്രത്യേകിച്ച് ഒരു താഴെക്കോട് യൂണിറ്റ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ ആ ഒരു 4 പതിറ്റാണ്ട് ചരിത്ര പുസ്തകം പുറത്തിറക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അതിന്റെ അഭിപ്രായം കൂടി, അതോടൊപ്പം തന്നെ വ്യാപാര രംഗത്ത് നിങ്ങളുടെ ഓർമ്മകൾ ചെറുതായിട്ടൊന്ന് പങ്കുവെക്കും. സ്നേഹം നിറഞ്ഞ പ്രസിഡന്റ് അഷ്റഫ് ഭായ്, അതുപോലെ മമ്മൂക്ക, ഏതായാലും ഈ ടോപ്പിക്കിലേക്ക് നേരിട്ട് വരികയാണെങ്കിൽ ഈ ഒരു പ്രദേശത്തിൻ്റെ ചരിത്രം 40 വർഷമെങ്കിൽ 40 വർഷം എത്രയാണെങ്കിലും അതിൻ്റെ ഒരു രചനയും അത് കണ്ടെത്തലും അത് നാട്ടിലെ ജനങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുക്കലും അത് ചെയ്യുന്നത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു അക്കാഡമിക് കൗൺസിലോ ഒന്നുമല്ല, മറിച്ച് നാട്ടിലെ വ്യാപാരികൾ. അത് വല്ലാത്തൊരു പ്രത്യേകതകളായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം അതൊരു പ്രത്യേകിച്ചും ചരിത്രത്തിൽ PhDയും ചരിത്ര അധ്യാപകനും ഒക്കെയാണ് ഞാൻ. ആ നിലക്ക് ഏറെ സന്തോഷം നൽകുന്നതാണ്. പ്രത്യേകിച്ചും താഴെക്കോടിൻ്റെ വ്യാപാര മേഖല പല പ്രമുഖരെയും ഇതിനോടകം നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞു. എന്നെക്കാൾ എഫിഷ്യൻ്റായ ആൾക്കാർ താഴെക്കോടിനെ ചിത്രീകരിച്ചിട്ടുണ്ടാവും. എൻ്റെ മനസ്സിൽ തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. താഴെക്കോട് ആ ചെറുപ്പകാലത്തുള്ള നമ്മളെ ഉത്തരമാക്കാൻ്റെ കട, കയ്യമാനാക്കാൻ്റെ കട, അതൊക്കെയാണ് ലൈവായി നിൽക്കുന്നത്. ആ നിലക്ക് വലിയ മാറ്റം, പ്രത്യേകിച്ച് നമ്മൾ ഈ കൊമേഴ്സ്യൽ കോംപ്ലക്സ് വന്നതിന് ശേഷം ഉണ്ടായ മാറ്റമാണ്. അതിന് മുൻപുള്ളതും വളരെ മാറ്റം വന്ന. ഇതിൽ ഒരു പക്ഷേ കരിങ്കലത്താണിക്കൊക്കെ പിന്നെയാണല്ലോ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. നമ്മുടെ അരക്കുറമ്പ് റോഡ് സത്യത്തിൽ നമ്മൾ ഈ വഴിക്ക് പോയിരുന്നു എങ്കിൽ
വളരെ വലിയൊരു മാറ്റം നമുക്ക് ഒന്നുകൂടി പ്രതീക്ഷിക്കാം. മാത്രമല്ല കരികലത്താണെങ്കിൽ അത്ര വലിയൊരു ഹൈക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തായാലും പിന്നെ ഈ വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ ആൾക്കാർ ഇങ്ങനെ ഒരു അക്കാഡമിക് സ്പിരിറ്റ് കാണിക്കുന്നത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാം. ചരിത്രം പലരും വായിക്കും, എഴുതും, തള്ളും. ഇപ്പൊ എല്ലാ രാഷ്ട്രീയക്കാരും ഇപ്പോൾ നല്ല നല്ല പിന്നെ രാഷ്ട്രീയക്കാരൊക്കെ അവർക്ക് പ്രസംഗിക്കാൻ പോയിന്റ് കിട്ടിയാൽ തന്നെ ചരിത്രം പഠിക്കണം. ചരിത്രത്തിലെ പാഠാണല്ലോ പ്രധാനമായിട്ട് ചരിത്രത്തിന് അത് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ ആ ചരിത്ര രചനക്ക് പ്രാധാന്യം കൊടുക്കുക, നാടിന്റെ ചരിത്രം കണ്ടെത്തുക എന്നൊക്കെ പറയുന്നതിൽ വലിയൊരു സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ +2 ഞാൻ അങ്ങനെ പഠിപ്പിക്കുന്നില്ല, പ്രിൻസിപ്പലായതിനു ശേഷം കുറവാണ്. പഠിപ്പിച്ചിരുന്ന സമയത്ത് നമ്മളെ ക്ലാസ്സിലെ +2 പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ടോപ്പിക് കൊടുക്കും. പള്ളിയെക്കുറിച്ച് കണ്ടെത്തി ചരിത്രം എഴുതുക, അല്ലെങ്കിൽ ഒരു നാടിന്റെ ചരിത്രം എഴുതുക, സ്കൂളിന്റെ ചരിത്രം എഴുതുക. അവരുടെ കുടുംബത്തിൽ തന്നെ നല്ല പ്രശസ്തരായ തറവാട്ടുകാരൊക്കെ ആണെങ്കിൽ അവരുടെ ഇതുണ്ടാവും. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ഒന്നുമില്ല, ആ നാട്ടിലെ പൗരപ്രമുഖനെ ഫോക്കസ് ചെയ്തിട്ട് അയാളുടെ ഒരു ചരിത്രം അങ്ങനെ കൊടുക്കും. പക്ഷെ അതൊക്കെ കുട്ടികളുടെ ഒരു അക്കാഡമിക് സ്പിരിറ്റിൽ ചെയ്യാണ്. പക്ഷെ ഇത് നമുക്ക് ഞാൻ വളരെ സന്തോഷം പേഴ്സണലായിട്ട് അറിയിക്കണം. ഇങ്ങനെ ഒരു താല്പര്യം ഒരു ചരിത്രാധ്യാപകൻ എന്ന നിലക്ക് എല്ലാ സഹായവും അതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ സഹായവും ഉണ്ടാവും. വ്യാപാരികൾ എന്ന് പറയുന്നത് ഒരു നാട്ടിൽ നിർണായക സ്വാധീനം, ഒരു സമൂഹത്തെ പിന്നെ വികസിപ്പിച്ചെടുക്കുന്നതിൽ അധ്യാപകന്റെ പങ്കാണല്ലോ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്. അതൊക്കെ പ്രകടമായി നേരിട്ട് കാണുന്നതാ, അതൊക്കെ ഡയറക്റ്റ് ഇടപെടുന്നതാ. പക്ഷെ ഡയറക്റ്റ് അല്ലാതെ ഈ പറയുന്ന അധ്യാപകനും മറ്റുള്ളവർക്കും ഒക്കെ പിന്തുണ കൊടുത്തുകൊണ്ട് ഒരു നാട്ടിന്റെ ശക്തമായ വളർച്ചയിൽ വ്യാപാരികൾക്ക് വലിയ പങ്കുണ്ട്, ഒരു സംശയമില്ല. അത് പ്രകടമായി ഒറ്റയടിക്കുന്നുണ്ട് സ്കോളർഷിപ്പോ അതല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാക്കാനുള്ള ഇടപെടലോ ഒന്നുമല്ല. പക്ഷെ ആ നാടില് പ്രത്യേകിച്ചും ഈ വ്യാപാരി വ്യവസായികൾ, ഏകോപന സമിതി വ്യാപാരികൾ, കച്ചവടക്കാരുടെ ഒക്കെ സ്വാധീനം വളരെ വലുതാണ്. ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ വ്യാപാരത്തിൽ ശരിയല്ലേ, അവരടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റോൾ ചെയ്ത് വന്നോണ്ട് ഇപ്പൊ തന്നെ നികുതിയുടെ ടാക്സ്, ഇൻകം ടാക്സ് സീതാറാം ഉയർത്താൻ കാരണം എന്താണ്? ഞങ്ങളെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ അത് വ്യാപാരികൾക്ക് കിട്ടുള്ളൂ. അപ്പോഴേ അത് റോളിംഗ് ആണ്. അപ്പൊ ആ നിലക്ക് വ്യാപാരികള് നമ്മളെ പോലത്തെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും പിന്നെ നാട്ടുകാരുമായിട്ടും വിദ്യാർത്ഥി സമൂഹമായിട്ടും ഒക്കെ വലിയ ബന്ധമുള്ളതാണ്. അത് പ്രത്യേകം മെൻഷൻ ചെയ്യാം. ഏതായാലും ഞങ്ങളെ പിന്നൊന്ന് വിലയിരുത്തിയതിന്, വ്യാപാരികളെ വിലയിരുത്തിയതിന് പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. സക്കീർ മാഷ് ഞങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, സക്കീർ മാഷ് പിന്നെ ഡോക്ടറേറ്റ് ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ എത്ര തരം ഡോക്ടറേറ്റ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒന്ന് മെൻഷൻ ചെയ്ത് നന്നായി. ഡോക്ടറേറ്റുകൾ നിന്ന് കേൾക്കുമ്പോൾ ആളുകൾക്കൊക്കെ ഒരു സംശയം, ഡോക്ടർ ഇപ്പോ നമുക്കറിയാലോ, ഒന്ന് മെഡിക്കലി MBBS അല്ലെ, പ്രൊഫഷണൽ ആയിട്ട് നേടുന്ന ഡോക്ടറാണ്, അത് ഡോക്ടറാണ്. പിന്നെ ഞങ്ങളെ പോലെ ഇപ്പൊ ഒരു വിഷയം, ഇപ്പൊ ഞാൻ ചരിത്രം പഠിച്ചു, 10ാം ക്ലാസ് കഴിഞ്ഞു, +2 തേർഡ് ഗ്രൂപ്പ് എന്ന് പറയാം, ഹിസ്റ്ററിക്കുള്ള ഒരു ഗ്രൂപ്പ് പഠിച്ചു. അതിനുശേഷം BA 3 കൊല്ലം ഹിസ്റ്ററി പഠിച്ചു, പിന്നെ 2 കൊല്ലം MA ഹിസ്റ്ററി പഠിച്ചു, പിന്നെ 1 കൊല്ലം MPhil ഹിസ്റ്ററിനെ പഠിച്ചു, പിന്നെ ഒരു 3.5-4 കൊല്ലം എടുത്തു ഞാൻ PhD കംപ്ലീറ്റ്. അപ്പൊ ഒരു വിഷയത്തിൽ, ഇപ്പൊ അത് കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ്, ആ വിഷയത്തിന്റെ പരിപൂർണതയാണ്. ഒരു വിഷയത്തിൽ MA എടുത്തു, വേറൊരു വിഷയത്തിൽ MA എടുത്തു, മറ്റൊരു വിഷയത്തിൽ, അത് എന്നാൽ എല്ലാവരും ഒന്നും കയറി ഇറങ്ങില്ല. അതല്ല, ഞാൻ ഏതാണോ തുടങ്ങുന്നത് അതിന്റെ ഒരു പരിപൂർണതയാണ് ഈ PhD എന്ന് പറയുന്നത്. അപ്പൊ ആ നിലക്ക് അക്കാഡമിക് നല്ലൊരു കൂടെയുള്ള കോഴ്സ് തന്നെയാണ്. അതിനുശേഷം പിന്നെ നിങ്ങൾ കാണുന്ന PhD ഇപ്പോ അവാർഡ് ചെയ്യും, സാമൂഹ്യ രംഗത്തൊക്കെ പ്രവർത്തിപ്പോ നല്ല മമ്മൂട്ടിക്ക് ഡോക്ടറേറ്റ് കൊടുക്കും, മോഹൻലാലിന് കൊടുക്കും. ഒരൊന്നും ഇപ്പൊ എന്തെങ്കിലും പഠിച്ചിട്ടോ ഇതാക്കിയിരുന്നല്ല. അതൊക്കെ അവര് അർഹരാണ്, അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം. കാരണം അവരെ യൂണിവേഴ്സിറ്റിക്ക് തന്നെ ഒരു ക്രെഡിറ്റ് ആണ്, ഇന്നയാൾ കോലാണ് ഡോക്ടറേറ്റ് കൊടുത്തു. മറ്റേ നമ്മുടെ ഡോക്ടറേറ്റിന് എന്ന് പറഞ്ഞാൽ അത് നിസ്സാരല്ല, അത് നല്ല എഫേർട്ട്. എത്ര വർഷങ്ങളായി ഞാൻ MPhil കഴിഞ്ഞുകൊണ്ട് എനിക്ക് 3.5 കൊല്ലം കൊണ്ട് ചെയ്യാൻ പറ്റും. MPhil ചെയ്യാത്ത ആളുകളാണെങ്കിൽ മിനിമം ഒരു 4 വേണ്ടി വരും. വന്നിട്ട് ഇപ്പൊ നമ്മൾ MPhilനൊക്കെ 4 കൊല്ലം വേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പൊ അതെങ്ങനെയാ വെച്ചാൽ അത് വളരെ ഈസി ആയ ഒരു പ്രോസസ് ഒന്നുമല്ല. നമ്മള് യൂണിവേഴ്സിറ്റി കാണണം, നമ്മളൊരു ഗൈഡിനെ കണ്ടെത്തണം, നമ്മളൊരു ടോപ്പിക് കൊടുക്കും. ആ ടോപ്പിക്ക് ഇതുവരെ ആരും റിസർച്ചിന് ഉപയോഗിച്ചിട്ടില്ല, അങ്ങനെ ഒരു പഠനം ഇതുവരെ അവിടെ നടന്നിട്ടില്ല, അങ്ങനെ ഒരു പേപ്പർ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല എന്ന് ഇന്റർനാഷണൽ പബ്ലിഷ് ചെയ്യും. ഉറപ്പ് വരുത്തിയെങ്കിൽ ആ ടോപ്പിക് നമുക്ക് തരും. അല്ലാതെ നമുക്ക് ഇട്ടുള്ള വിഷയം നമുക്ക് എടുക്കാൻ പാടില്ല. സൂഫിസ് എന്ന് പ്യൂറായിട്ട് പറയാൻ കഴിയില്ല. എന്താ പറയുക, സൂഫിസ് ഒരു ബഹറാണ്. അതൊരു ബഹറാണ്. അപ്പൊ അതിന്റെ ഒരു താഴക്കോടിന്റെ മൊത്തം ഏരിയ അല്ല, അതിന്റെ ഒരു വ്യാപാരികളെ കുറിച്ച് അല്ലെങ്കിൽ പള്ളിയെ കുറിച്ച് സ്പെസിഫിക് വേണം. അതാണ് സൂഫിസം. സൂഫിസത്തിന്റെ പശ്ചാത്തലം എന്താണ്, സൂഫിസം എങ്ങനെയാണ് സൂഫിസം ഇസ്ലാമിൽ വന്നത്, സൂഫിസം എന്ന് പറയുന്നത് ഇസ്ലാമികോ അനിസ്ലാമികോ, സൂഫിസത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള മുസ്ലിങ്ങളുണ്ട്, അതിന്റെ ആസ്പെക്റ്റിനെ തള്ളുന്ന മുസ്ലിങ്ങളുണ്ട്, പുത്തൻവാദികളായ മുസ്ലിം അഭിപ്രായ വ്യത്യാസങ്ങൾ, പുതിയ പുതിയ സംഘടനകൾ, അവരെയൊക്കെ വിലയിരുത്തിക്കൊണ്ടു നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട പ്രാദേശിക സൂഫികളുണ്ട്.
അമൃതങ്ങളടക്കം ഉൾപ്പെടുന്ന ആ പിന്നെ സൂഫികളുടെ ചരിത്രവും അവരുടെ മഖാമും അതുമായി ബന്ധപ്പെട്ടവിടെ നടക്കുന്ന അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും മൗലിദുകളും വാർഷികങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു സമഗ്രമായ ഒരു സ്റ്റഡിയാണ്. ഞാനന്ന് വാർത്താ താഴെക്കൂടിൽ അതിൻ്റെ കുറച്ചൊരു ഭാഗം വിട്ടു, പക്ഷെ നമ്മൾ കണ്ടെത്തിൽ നമ്മൾ വിടൂല. അത് നമ്മളൊരു ഫൈൻഡിങ്സാണ്. അത് നമ്മൾ പിന്നീട് പുസ്തകമായിട്ടോ മറ്റോ അത് ഞാൻ അവിടെ എടുത്തു വെച്ചത് എൻ്റെ കണ്ടെത്തലുകൾ. ഓക്കെ. അപ്പൊ ഏതായാലും ഇത് വളരെ കൃത്യമായി തന്നെ ചരിത്രത്തിൽ അതുപോലെ സാർ ഇങ്ങനെ ഒരു ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്രൂവ് ചെയ്ത് തരണം. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ സ്റ്റഡി തുടങ്ങണം. 6 മാസം കഴിയുമ്പോൾ നമ്മൾ സ്റ്റഡി 6 മാസം ആകുമ്പോൾ അവിടെ കൊണ്ടുപോയി അവതരിക്കണം. അപ്പൊ എല്ലാ അതല്ല 6 പഠിത്തം തുടങ്ങി നമ്മളൊരു 6 മാസം അതുവരെയുള്ള പണി നമ്മൾ എന്തെടുത്തു, അത് 6 months പ്രസന്റേഷൻ എന്ന് പറയും. അത് അവിടെ അതാത് ദിവസമായിരിക്കും യൂണിവേഴ്സിറ്റിയിൽ ഓരോ വിഷയത്തിനും അതാത് ആളുകൾ ഇങ്ങനെ അതാത് അധ്യാപകരുടെ മുമ്പിൽ അവതരിക്കും. അത് 6 മാസം നമ്മളുള്ള സ്റ്റഡി എടുക്കെത്തി എന്നുള്ളത് കാണിക്കണം. പിന്നെ ഓരോ വർഷവും അതിങ്ങനെ റിവൈൻഡ് ചെയ്തിട്ടും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു ഡോക്ടറൽ കമ്മിറ്റി വരും, ഡോക്ടേഴ്സിൻ്റെ ഒരു ടീം, അവരെ മുമ്പിൽ നമ്മളെ ഗൈഡിനെ വെച്ച് നമ്മൾ അവതരിക്കണം. അതും കഴിഞ്ഞൊരു പബ്ലിക് ഡൈവേഴ്സിറ്റി, പബ്ലിക്കിന് ആർക്കും വന്ന് ചോദിക്കാം, ഓപ്പൺ ഡിബേറ്റ്. അതും കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവാർഡ് ചെയ്യും. അതൊരു നിസ്സാരമായ മാഷെ കുറിച്ച് നമ്മൾ അവതരിപ്പിക്കും. മാഷ് വേറൊരു മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം, അതിന്റെ ഇടയിൽ ഈ ഒരു PhD ലഭിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള എഫർട്ട് അത് നമ്മൾക്ക് ഒരിക്കലും തള്ളാൻ കഴിയും. പറയുന്നുണ്ട്. നമ്മൾ പറയണം ഇപ്പോ തകഴി, പിന്നെ വൈക്കം മുഹമ്മദ് ബഷീർ ഇവർക്കൊക്കെ ആ യൂണിവേഴ്സിറ്റികൾ അവാർഡ് ചെയ്യും. ഇപ്പൊ ഓണററി വേറെയും കൊടുക്കുന്നു. നമ്മുടെ എണ്ണിയാക്ക ഇപ്പൊ ഡോക്ടറേറ്റ് കിട്ടില്ല, ഓണററി അവർ സേവന മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ബക്കർക്ക ബക്കറാക്ക അപ്പൊ ഇപ്പൊ അത് അപേക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ അപേക്ഷിക്കാനുള്ള നമ്മൾ ചെയ്തതൊക്കെ കാണിച്ചിട്ട് അങ്ങനെ ആക്കുകയും ചെയ്യുന്നു പലതരത്തിലുള്ള. പിന്നെ വേറെ നമ്മൾ ചോദ്യം കൊണ്ട് ഒരു വലിയൊരു ഗുണം എന്താണെന്നറിയോ, PhD ഇതിന്റെ മൂന്ന് വാക്കുകൾ മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും അറിയുള്ളൂ. ഈ പദവി കൈവരാനുള്ള ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിന് ഒരു 50 വർഷം കഴിഞ്ഞിട്ടുള്ള തലമുറക്ക് സക്കീർ മാഷ PhD-യുമായി ബന്ധപ്പെട്ട് എന്താന്നുള്ളത് ചരിത്ര പുസ്തകത്തിൽ അറിയാം. മാത്രമല്ല ഈ PhD അവാർഡ് ചെയ്യുന്നതിന് മുമ്പ് 5 ഇന്റർനാഷണൽ പേപ്പേഴ്സ് അവതരിപ്പിക്കണം. 5 ഉണ്ട്. ഞങ്ങളുടെ കാലത്ത് 2 മതിയായിരുന്നു. 5 ഇന്റർനാഷണൽ പേപ്പേഴ്സ് നമ്മൾ പബ്ലിഷ് ചെയ്യാം. അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഒരുപാട് എഫേർട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോ നമ്മള് ചെറിയൊരു ചോദിക്കാനുള്ളത്, ഈ കേരള ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ സക്കീർ മാസ്റ്റർക്ക് ലഭിച്ച ബെനിഫിറ്റ് എന്താണ്? ആ ഒരു സംഘടനയില് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ വലിയൊരു നമ്മളെ കേരള പ്രിൻസിപ്പൽ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ആ സംഘടനയിൽ എത്രത്തോളം അംഗങ്ങൾ ഉണ്ട് എന്നുള്ളതും, ഈ പ്രിൻസിപ്പളിൽ എത്രത്തോളം കേരളത്തിലെ ഏകദേശം സംഘടനയിൽ എത്രത്തോളം അംഗങ്ങളുണ്ട്, പിന്നെ അതുപോലെ അത് ഞങ്ങളുടെ കണക്കൂട്ടല് അതിലൊരു രാഷ്ട്രീയ സംഘടന എന്നുള്ള നിലക്കല്ല, സ്വന്തമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നാണ് നമ്മൾ കണക്കൂട്ടുന്നത്. അതിൽ സക്കീർ മാഷിക്ക് ലഭിച്ച ബെനിഫിറ്റ് ഒന്ന് സൂചിപ്പിക്കുക. അത് ഈ സംഘടന ഒരുപക്ഷെ നമ്മുടെ നാട്ടിലാർക്കും പരിചയമില്ല. കാരണം ഒരു സ്കൂളിൽ ഒരു പ്രിൻസിപ്പളല്ലേ ഉണ്ടാവുള്ളൂ. പഞ്ചായത്തില് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു പ്രിൻസിപ്പളാണ്. അപ്പൊ ഇത് ഈ സംഘടന വന്നിട്ട് ഏകദേശം ഒരു 10-20 വർഷമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പറ്റ നിർജീവമായി. പിന്നീട് ഒരു 9 വർഷം മുമ്പ് ഞാൻ അതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി. പിന്നീട് നമ്മൾ എല്ലാ ജില്ലയിലൂടെയും ക്യാമ്പയിൻ നടത്തി, എല്ലാ ജില്ലയിലും പോയി. അങ്ങനെ ഇപ്പൊ എല്ലാ ജില്ലയിലും കമ്മിറ്റികളാണ് സജീവം. ഒരു കേരളത്തിലെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാരിൽ ഒരു 90% ഇന്ന് വേറെ സംഘടനയില്ല. പ്രിൻസിപ്പൽമാർക്ക് ഈ ഒരൊറ്റ ഗവൺമെന്റും എയ്ഡഡും ഒക്കെ ഇല്ല. അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയമല്ല. അതുകൊണ്ട് നമുക്ക് ഏത് മേഖലയിലേക്കും കടത്താം. എന്താ ബെനിഫിറ്റ് ചോദിച്ചത്? പ്രത്യേകിച്ച് നമുക്ക് അതുകൊണ്ട് ഗുണമൊന്നുമില്ല. കാരണം ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും വോട്ട് ചെയ്യാനില്ല. അപ്പൊ അതല്ല, മറിച്ച് ഇപ്പൊ ഞാൻ എന്റെ ഒരുപാട് നേതാക്കന്മാരുമായിട്ടുള്ള കോണ്ടാക്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് മുമ്പ് CM-നെയൊക്കെ 5 മിനിറ്റ് CM, അതും ആ കോവിഡ് കഴിഞ്ഞിട്ട് മുമ്പരാർക്കും അധികം സമയം കൊടുക്കാത്ത സമയം. അപ്പൊ അത് ഇടതുപക്ഷത്തിന്റെ ഞങ്ങളുടെ സംഘടനയിലുള്ള ഇടതുപക്ഷ നേതാക്കന്മാരുടെ ലിങ്കിലാണ് ഞാൻ അവിടെ പോകുന്നത്. വലതുപക്ഷത്തും അതേപോലെ ലിങ്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരിക്കല് ഒരു തുല്യതാ പരീക്ഷ ഉണ്ടായി. തുല്യതാ പരീക്ഷ വെച്ചത് ഒരു ഞായറാഴ്ചയാണ്. അപ്പൊ അത് പഠിതാക്കൾക്കൊക്കെ അപ്പൊ ആ സമയത്ത് നമ്മൾ ആ ഡേറ്റ് ഒന്ന് മാറ്റാൻ പറഞ്ഞു. അന്ന് ഈ ശോഭായാത്ര നടക്കുന്ന സമയമാണ്.
അപ്പോൾ അത് പറഞ്ഞിട്ട് ഒരു നിലക്ക് ആ ഡേറ്റ് മാറ്റിയ പിന്നെ ഡേറ്റ് ഇല്ല, ഒരിക്കലും മാറ്റൂല. അപ്പൊ ഞാൻ അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോ നമ്മള് സന്ദീപ് ഒരു സ്റ്റുഡന്റും കൂടിയാണ്. സന്ദീപ് ഇപ്പൊ ശരിയായ ഒരു കറക്റ്റ് ഇല്ലല്ലോ. അപ്പൊ ആ നിലക്ക് അന്ന് സന്ദീപ് വാര്യർ പിന്നെ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അപ്പൊ ഞാൻ സന്ദീപ് വാര്യരെ വിളിച്ചിട്ട് തോന്നുന്നു ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അന്ന് ശോഭായാത്രയുടെ ദിവസം കൂടിയാണ്, എനിക്ക് ഈ പരീക്ഷ ഒന്ന് മാറ്റി കിട്ടണം, പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, 1 മണിക്കൂർ വേണ്ടിയിട്ടില്ല, 1 മണിക്കൂർ കൊണ്ട് കറക്റ്റ് അത് മാറ്റി വെക്കുന്നു. അപ്പൊ എല്ലാ രാഷ്ട്രീയ BJP-യുടെ ഒരു സ്വാധീനം നമ്മുടെ സംഘടനയിൽ എല്ലാവരും ഉണ്ട്. അപ്പൊ നാട്ടിൽ നമുക്ക് എവിടെ പോലും ഇപ്പൊ ഞാൻ കുടുങ്ങൂല, അങ്കാരം പറയില്ല. അവിടെ പ്രാദേശികമായ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ഏതാ അവിടുത്തെ പ്രിൻസിപ്പളിന് സഹായം കിട്ടും, അതിനെ അറിയാം. എവിടെ പോയാലും ഒരു സ്കൂൾ ഉണ്ടാവും. പിന്നെ അതുപോലെ ബദൽ സംഘടന ഇല്ലേലും എല്ലാ മേഖലയും എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും ഉൾക്കൊള്ളുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ക്രെഡിറ്റ് ഉണ്ട്. കാരണം എവിടേക്ക് കയറി ചെല്ലാനും ആ ഒരു ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. 4 വർഷം ജനറൽ സെക്രട്ടറി ആയിരുന്നു, 4 വർഷം 3 വർഷമായിട്ട് പ്രസിഡന്റ്, 3 വർഷമായിട്ട് പ്രസിഡന്റ് ആയിട്ട്. അതിന് ഒന്നുണ്ടേ, ലോകത്തിലെ തൊഴിലെന്ന് പറഞ്ഞാൽ അധ്യാപനത്തെക്കാൾ മികച്ച തൊഴിലുകളാണ്. അതായത് മറ്റ് ഏതൊരു തൊഴിലാണെങ്കിലും എടുക്കുന്നവൻ ക്ഷീണിക്കും, അവനിക്കുള്ള വരുമാനം കിട്ടും. അധ്യാപനം അങ്ങനെയല്ല. അധ്യാപനം എത്ര കൊടുക്കണോ അതാ കൊടുക്കുന്നവനും അറിവ് വളരെയാണ്, കേൾക്കുന്നവനും അറിവ് വളരെയാണ്. അപ്പൊ ഈ ആ തൊഴിലിനോട് കടപിടിക്കാൻ വേറെ തൊഴിലില്ല. ഏതായാലും പിന്നെ നമുക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, വിദ്യാഭ്യാസ മേഖലയില് PTM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പൾ എന്ന നിലക്ക് അല്ലാതെ തന്നെ താഴെക്കോട്ട വിദ്യാഭ്യാസ മേഖലയില് സക്കീർ മാസ്റ്ററുടെ സംഭാവനകൾ അതൊന്ന് വിശദീകരിച്ചാൽ. കാരണം ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൾ എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ അതിനു മുമ്പ് താഴെക്കോട് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റു മേഖലകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ സക്കീർ മാസ്റ്ററുടെ ഇടപെടൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സ്കൂൾ കൂട്ടാതെ പുറത്ത് വിദ്യാഭ്യാസ ഒരു നാട്ടില് പിന്നെ അധ്യാപകനായാല് നമ്മള് അതിന്റെ ആ മേഖലയിൽ നാട്ടിൽ എന്തെങ്കിലും ചെയ്യണമല്ലോ, അവിടെ ഇറങ്ങുമല്ലോ. എനിക്ക് തോന്നുന്നത് അങ്ങനെ 1-2 സ്ഥാപനങ്ങൾ, ഉദാഹരണം നമ്മളെ പിന്നെ ഇവിടെ നമ്മളെ ക്രസന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ തുടക്കത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് ഇവിടെ ഒരു ഫാത്തിമിയ കോളേജ് ഇവിടെ മോഡൽ ഒരു കോളേജ് ഉണ്ടായിരുന്നു. അതിലാണ് നമ്മൾ ഫസ്റ്റ് ഒരു ബാച്ച് തുടങ്ങി. ആ ഒരു വർഷം കൊണ്ടുവന്നിട്ട് പിന്നെയാണ് ആ സമയത്ത് നമ്മൾ എഫേർട്ട് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ സർവീസ് ചെയ്തുകൊണ്ടാണ്. പിന്നെ MIC തുടക്കത്തില് സജീവമായിട്ട് കൊണ്ടുനടക്കുന്നത്. അതിന്റെ സ്റ്റാർട്ടിങ് കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മള് എഫേർട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അറബി കോളേജിന്റെയും തുടക്കത്തിൽ അതിന്റെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ തുടക്കത്തിൽ ഒരുപാട് എഫേർട്ട് അതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. നമ്മൾ നാട്ടിൽ ചെയ്യേണ്ടതാണ്. നമുക്ക് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല, ഒക്കെ ഇടപെടേണ്ടത് അത്രയുണ്ട്. പിന്നെ മതരംഗത്തും പല മേഖലകളിലൊക്കെ നമ്മള് വലിയ പിന്നെ ഫംഗ്ഷനിലും പരിപാടികളിലൊക്കെ അതിന്റെ പിന്നെ വളണ്ടിയർ കോർഡിനേറ്റർ എന്നുള്ള നിലക്കൊക്കെ നമ്മള് സക്കീർ മാഷ് കണ്ടിട്ടുണ്ട്. വളണ്ടിയറിന്റെ കോർഡിനേറ്റർ ആയിട്ട് പല പിന്നെ മത പരിപാടികളിലും കരിങ്ങാലത്താണ് കോളേജില് അതിന്റെ ആ വളണ്ടിയേഴ്സിന്റെ ക്യാപ്റ്റനൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാ മേഖലയിലും പുറത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിലക്ക്. കാരണം നമുക്ക് പുറത്തുള്ള ആളുകൾക്ക് കൂടി സക്കീർ മാഷിന്റെ ഒരു ചരിത്രം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് വേറെ ഒന്നാണ്. ഇപ്പൊ നമ്മൾ ഇന്നത്തെ വിദ്യാഭ്യാസ മേഖല ഉണ്ടല്ലോ, ഇപ്പൊ ഇത്രയും വിഷയത്തിൽ ഇത്ര മാറ്റിയ ഇപ്പം അന്നിപ്പോ കേരളത്തിലെ എല്ലാ ഹയർ സെക്കൻഡറി മേഖലയും ഏകദേശം സന്ദർശിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഇപ്പോഴത്തെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ അങ്ങക്ക് ആയിട്ട് എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ? അല്ല, ഈ പോരായ്മകളോ അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിപ്പോ ഈ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിനകത്ത് ഒരു കാര്യം ഉറപ്പാണ്, രാഷ്ട്രീയത്തിന് അതീതമായി സംസാരിക്കാം. പക്ഷെ ഈ ഒരു പിന്നെ 2 ടേമായിട്ട് ഭൗതിക മേഖലയിൽ വിദ്യാഭ്യാസ കെട്ടിടം അങ്ങനെ ഭൗതിക ഫിസിക്കൽ ആ മേഖലയിൽ വലിയ പുരോഗതി. പക്ഷേ അതിനോടൊപ്പമുള്ള ഗുണകരമായ ഒരു മാറ്റം മൊത്തത്തിൽ ഈ തലമുറ മാറ്റമല്ലോ, തലമുറ പഴയ തലമുറയിലല്ലോ. അപ്പൊ ആ മേഖലയിൽ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് എന്ത് ക്വാളിറ്റി ഉണ്ട്? നിങ്ങൾ പഴയ 4, 5 എത്രയും 4ാം ക്ലാസ് ഞാൻ കുറിച്ച് ചോദിച്ചാണ്. ആ 4 എനിക്കിപ്പോഴും ഉത്തരവാദിത്വ ബോധത്തോടെ തന്നെ പറയാൻ കഴിയും. +2 കഴിഞ്ഞിറങ്ങിയ കഴിഞ്ഞ ബാച്ച് ഈ എഴുത്തും വായനയും അറിയാത്ത കുട്ടി +2 ജയിച്ചിറങ്ങിയിട്ടുണ്ടാവും. എങ്ങനെയാന്ന് എന്നോട് ചോദിക്കരുത്. അപ്പൊ കുട്ടികൾക്ക് ആ ഒരു ഇതില്ല. അതിന് ഉത്തരവാദി ഏതെങ്കിലും ഒരു സർക്കാരോ ഏതെങ്കിലും ഒരു മാഷോ ഒന്നും അല്ല, ഈ സിസ്റ്റം മൊത്തം നേരാവേണ്ടതാണ്, അല്ലാതെ രക്ഷിതയില്ല. ഇതിലിപ്പോ ഏറ്റവും വിമർശനം നമ്മളെ വിദ്യാഭ്യാസ മേഖലയെ പറ്റി
മറ്റേ വിദ്യാഭ്യാസ വിശാരദർ അല്ലെങ്കിൽ ചിന്തകർ വിമർശിക്കുന്ന വിഷയമാണ്. നമ്മൾ ഭൗതിക വിദ്യാഭ്യാസം നേടിയിരിക്കുന്നത് ഡിഗ്രികളും എല്ലാം റിക്കാർഡിക്കലി നമ്മൾ നേടുന്നുണ്ട്. പക്ഷേ ജീവിതത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം, ഒരു വിഷയം ഉണ്ടായാൽ അതിനെ സമീപിച്ചിട്ട് അതിനെ അതിജീവിക്കാനുള്ള ഒരു വിദ്യാഭ്യാസം, ആ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലില്ല. മറ്റ് ഡിഗ്രികൾ ഇങ്ങനെ മേൽക്കുമേലെടുക്കുന്നു, പക്ഷേ പുതിയ പുതിയ മേഖലയിലേക്ക് കടന്നിട്ട് അതിലൊരു പ്രാവീണ്യം നേടാനുള്ള കഴിവും വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നില്ല. നമുക്ക് ഇതൊക്കെ എന്തറിയോ, പുതിയ ജനറേഷൻ മാത്രമല്ല, കുട്ടികൾ മാത്രമല്ല, നിയമങ്ങളും അങ്ങനെയാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, രക്ഷിതാവിന് കുട്ടിയെ ശിക്ഷിക്കാൻ അധികാരമുണ്ടോ? രക്ഷിതാവിന്, മാഷ് രണ്ടാമതല്ലേ, ഒന്നാമത് രക്ഷിതാവാണല്ലോ. ഇല്ല ഇല്ല. രക്ഷിതാവ് കുട്ടിയെ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്ത് ജയിലിലാണ് പോകും, കുട്ടിക്ക് വരാതെ. പിന്നല്ലേ രണ്ടാമതല്ലേ ഞങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ നേരിട്ട് രക്തബന്ധത്തിലൂടെ അല്ലാത്ത രക്ഷിതാക്കളാണ് ഈ അധ്യാപകർ. അപ്പോൾ ആ മേഖലയിൽ കുട്ടികൾക്കാണ് ലോകം, നമ്മളത് കഴിഞ്ഞു, അവരതാണ് ലോകം, അവരെയാണ് പരിഹരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശിക്ഷാ ശാസന ഈ കാര്യങ്ങളിലൊക്കെ ഉള്ള ഇത് പരിമിതി വന്നു, കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്നത്, അവരതാണ് ലോകം. ശരിയാണ്, മനസ്സിലായില്ലേ? ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം നമ്മൾ പറഞ്ഞ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം പോകാനുള്ള കാരണം എന്താണ്? 10ാം ക്ലാസ് പരീക്ഷ. 10ാം ക്ലാസ് പരീക്ഷയുടെ പിന്നെ പാസിംഗ് കേൾക്കുന്നില്ല. അപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷയുടെ ജയം എങ്ങനെയാ അറിയോ? കുട്ടി എഴുത്ത് പരീക്ഷയിലും മാർക്ക് വാങ്ങും, ഒരു വിഷയം പഠിപ്പിക്കുന്ന മാഷിന്റെ വകര് കൊടുക്കലുണ്ട്, അതിനാണ് CE മാർക്ക്. അങ്ങക്കുണ്ടല്ലോ അതുണ്ട്. അപ്പൊ ആ മാഷ് കൊടുക്കണ മാർക്കുണ്ട്, നിങ്ങൾക്കൊന്നും. പക്ഷേ മാഷ് കൊടുക്കണ മാർക്ക് ജയിക്കാനും തോൽക്കാനുള്ള മാനദണ്ഡമല്ല, അത് മാഷ് തരല്ലേ. എഴുത്ത് പരീക്ഷയിൽ തന്നെ മിനിമം പാസ്സാവണം +2. എന്നാൽ എന്തിനത് SSLCക്ക് അതില്ല. SSLCക്ക് കുട്ടിക്ക് ഈ മാഷ് മാഷാണെങ്കിൽ കൊടുക്കുന്നത് കുറച്ച് കൊടുക്കില്ലല്ലോ. ഞാൻ എൻ്റെ കുട്ടിക്ക് നന്നായിട്ട് തന്നെ ഞങ്ങൾ കൊടുക്കുമ്പോൾ അപ്പൊ നമ്മൾ ഇപ്പൊ 20 ആണെങ്കിൽ 20ന് 20 തന്നെ കൊടുക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതും കൂടി ജയിക്കാൻ അതും കൂട്ടും ഏതിന്? SSLCക്ക്. എന്നാൽ +2 അത് ഇല്ല. +2 എഴുത്ത് പരീക്ഷ മാത്രം ജയിക്കണം. ഇനി ഇപ്പൊ ഈ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് ഈ 99% വരാനുള്ള കാരണം ഇതാണ്. ആ മാർക്ക് കൂടി കൂട്ടിയിട്ടാണ് ചെയ്താക്കണം. അപ്പൊ പോയിന്റ് ശതമാനമൊക്കെ കുട്ടികൾ തോൽക്കുന്നുള്ളൂ. അപ്പൊ അതാണ് പുതിയ രീതി. അടുത്ത വർഷം എന്താ പറഞ്ഞത്? 10ൽ എന്ത് ചെയ്യാൻ പോവാണ്? CE ഒന്നും കൂട്ടാതെ എഴുത്തിൽ തന്നെ വേണം. പക്ഷെ അത് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സമൂഹത്തിൽ തോൽക്കുന്നത് മുഴുവൻ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ, മറ്റേ ഈ പറഞ്ഞ കോളനികളിൽ നിന്നൊക്കെ വരുന്ന പാവങ്ങള്. അപ്പൊ അതുകൊണ്ട് ഒരു ഇടപെടലുണ്ടായി. ഒറ്റയടിക്ക് 10ൽ പഠിക്കണ്ട. ഈ പുടുത്തം എവിടെ തുടങ്ങാം? 8ന് തുടങ്ങാം. ഇപ്പൊ ഈ വർഷം തൊട്ട് 8ന് തുടങ്ങാം. 8, 9, 10 അവർക്ക് എന്ത് വേണം? ഇനി മിനിമം പാസ് മാർക്ക് വേണം. മറ്റത് 9ാം ക്ലാസ് വരെ എല്ലാ കുട്ടിയും ജയിക്കാണ്. അതായത് 9ാം ക്ലാസ്സിന്റെ കൊല്ലപരീക്ഷ കഴിഞ്ഞ കുട്ടിക്ക് റിസൾട്ട് കാത്തിക്കേണ്ടതില്ല. കാരണം എന്താണ്? ഓൾ പ്രൊമോഷൻ. ഇനി ഞാൻ 2-3 പോയിന്റ് കൂടെ ഉണ്ട്, അപ്പൊ അത് കൂടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ഈ ഇപ്പൊ ഒരു ചർച്ച വന്നുകൊണ്ടിരിക്കണ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്, സ്കൂൾ ഏകീകരണം, അത് എന്താണ് സംഭവം? അതിന്റെ ഉദ്ദേശം പൊതുജനങ്ങൾക്ക് കൂടി ആ വിഷയം ഒന്ന് അറിയാൻ വേണ്ടിട്ട്. ഇങ്ങനെ പത്രങ്ങളിൽ കാണുന്നില്ല. പിന്നെ ഇപ്പൊ നമ്മളെ സ്കൂൾ തന്നെ എടുക്കാം. 5 മുതൽ 12 വരെയാണ്. 12 വരെ. അപ്പൊ 5 മുതൽ 10 വരെ ഹെഡ് മാഷ് നിയന്ത്രണത്തിലാണ്. പ്രിൻസിപ്പൾ നോക്കുന്നത് ഏതാണ്? +1 സെക്കൻഡറി. അതുകൊണ്ടാണ് നമ്മൾ ഈ സജീവമായ ഇടപെടൽ പലപ്പോഴും മാഷെന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഇടപെടാനൊന്നും മടിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല. കാരണം ഒരു സ്ഥാപനത്തിൽ 2 ഹെഡ് പറ്റൂല. അത് പരസ്പര തർക്കം ഉണ്ടാക്കല് മാത്രമല്ല, ഇപ്പോ പഞ്ചായത്തിൽ നിന്ന് സ്കൂളൊന്ന് പോകണം, ആരെന്നെ ബന്ധപ്പെടും, തർക്കമാണ്. അപ്പൊ ഇത് ഗവൺമെന്റ് സ്കൂളുകളിൽ ഇത് വലിയ ഇഷ്യൂ ആണ്. മാത്രമല്ല 1 മുതലൊക്കെ 12 വരെ ഉള്ളുണ്ട്. അപ്പൊ അത് അപ്പൊ ഒരു സ്ഥാപനത്തിന് ഒറ്റ മേധാവി, അതാണ് ഏകീകരണം. അപ്പൊ 1ാം ക്ലാസ് മുതൽ, 1ാം ക്ലാസ് അല്ല, പ്രീ സ്കൂൾ ഉണ്ട്. പ്രീ സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കിൻഡർ ഗാർഡൻ, LKG UKG അത് തൊട്ട് -2 മുതൽ +2 വരെ യൂണിറ്റിൽ കീഴിലാക്കുക ഒരു സ്ഥാപനത്തിന്റെ. അങ്ങനെയാണ് ആ HM എന്താകുന്നത്? വൈസ് പ്രിൻസിപ്പൾ ആകുന്നത്. പ്രിൻസിപ്പൾ ആ സ്കൂളിൽ ഉണ്ടെങ്കിൽ പിന്നെ അവിടുത്തെ HM എന്താണ്? വൈസ് പ്രിൻസിപ്പൾ ആണ്. പക്ഷെ അത് തുടങ്ങി എന്നല്ലാതെ അത് 3-4 കൊല്ലമായിട്ടും 3 വർഷമായിട്ട് പിന്നെ നടപ്പിലാക്കാൻ സർക്കാരിനെ കൊണ്ട് കഴിയുന്നില്ല. കാരണം കേസുകൾ, കാരണം ഒരുപാട് അധ്യാപകർ അവസരങ്ങൾ പോകണം. +2 അധ്യാപകർ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ക്ലാസ് എടുക്കാൻ ഇറങ്ങണം. അപ്പൊ അത് അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അതിന് ഇറങ്ങാനുള്ള ഒരു മടിയുണ്ട്. അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടും, അവരുടെ സാലറിയെ ബാധിക്കും, അവരുടെ പ്രൊമോഷനെ ബാധിക്കുന്ന ഒരു കേസിന് പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏതായാലും ഈ 6 മാസത്തിനുള്ളിൽ അത് നടപ്പിലാക്കുന്നതാണ് ഇപ്പൊ ഇന്നലെ മിനിസ്റ്റർ പ്രസ്താവന. അതാണ് ഖാദർ കമ്മിറ്റി. അത് ഇതിനെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകിയത് MA ഖാദർ എന്ന പേരുള്ള ആളാണ്. അതുകൊണ്ടാണ് ആ കമ്മിറ്റിക്ക് ഖാദർ കമ്മീഷൻ എന്നുള്ള പേര്. പിന്നെ അതിൽ നമുക്കൊരു ചോദ്യം ഉള്ളത്, നമ്മളെ PTM സ്കൂള് പിന്നെ ഹൈസ്കൂള് അതുപോലെ തന്നെ UP ഹൈസ്കൂളും കൂടി ഗോൾഡൻ ജൂബിലിയാണ് ഇപ്പൊ ആഘോഷിക്കുന്നത് എന്നാണ് നമ്മൾ അറിഞ്ഞത്.
ആഘോഷിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സിൽവർ ജൂബിലി ആഘോഷിക്കാൻ. അതേക്കുറിച്ച് മാഷെ പിന്നെ അതിൽ തന്നെ നമുക്ക് ഇതിൽ പറയേണ്ടത് എന്താ വെച്ചാല് ഈ ഒരു സ്കൂളിൽ തന്നെ പഠിച്ച് അതിൽ തന്നെ ഹയർ സെക്കൻഡറിയുടെ പ്രിൻസിപ്പളായി എന്നുള്ള ബഹുമതി കൂടി സക്കീർ മാസ്റ്റർ നാട്ടുകാരൻ എന്നുള്ള നിലക്ക് കൂടി ആ സ്കൂളിന്റെ സ്പന്ദനങ്ങള് കൃത്യമായി അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വിവരണം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് വല്ലാത്തൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ച് വൈകാരികമായി പോയത്. കാരണം അവിടെ പഠിച്ചു. ഞാൻ പ്രിൻസിപ്പൾ ആകുമ്പോൾ എൻ്റെ താഴെ എന്നെ പഠിപ്പിച്ച ഉറുദു മാഷുണ്ട്, മുഹമ്മദ് മാഷ്, മഞ്ഞളങ്ങല് മാനമംഗലത്തെ. അപ്പോൾ മൂപ്പര് എൻ്റെ അധ്യാപകനാണ്. ഞാൻ മൂപ്പര് മേലെ പ്രിൻസിപ്പൾ. വല്ലാത്തൊരു അനുഭവമായിരുന്നു. പിന്നെ വേറെന്താ വെച്ചാൽ നാട്ടുകാരെ മാത്രമല്ല ചുമരാണ്. അതിന്റെ പക്ഷെ വേറൊന്നും കൂടി ഉണ്ട്. അതായത് ഒരു യഥാർത്ഥ അധ്യാപകനായത് സന്തോഷം ഉണ്ടാവുള്ളൂ. താൻ പഠിപ്പിച്ച വിദ്യാർത്ഥി വലിയ അഭിമാനം. ഉന്നത സ്ഥാനത്ത് പലപ്പോഴും പറയും ഒരാളുടെ വളർച്ചയിൽ അസൂയ കാണാത്തൊരു വിഭാഗം മാഷന്മാർ. പെരുന്തച്ഛന് വരെ കോംപ്ലക്സ് ഉണ്ടായിട്ടുണ്ട്. സ്വന്തം മകൻ തന്നേക്കാൾ മികവോടുകൂടി പാവയുണ്ടാക്കിയപ്പോ മുകളിൽ നിന്ന് ഉള്ളിട്ടിട്ട് ഐതിഹ്യമാണെങ്കിൽ പോലും. പക്ഷെ ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി ഞാൻ ചെല്ലുമ്പോ എന്നെക്കാൾ വലിയൊരു പോസ്റ്റ് ഇരിക്കുമ്പോ സന്തോഷമാണ്. രണ്ടാമതൊരു ചിന്ത വരില്ല. അത് വല്ലാത്തൊരു. അപ്പൊ അഷ്റഫ് പറഞ്ഞത് ഞാൻ പഠിച്ച സ്കൂള് എന്നതിനപ്പുറം ചുമരിനോട് ചേർന്നാണ് ഞാൻ വീട്. പലപ്പോഴും ഞാൻ അങ്ങനെ തന്നെ പറയാണ്, റിട്ടയർ ചെയ്ത എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. 3 കൊല്ലം കഴിഞ്ഞിട്ട് അവിടെ ഒരു ബെല്ലറ്റി വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ അറിയാതെ ചെല്ലും. അത്രക്ക് ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറി. നമ്മള് പിന്നെ ഗോൾഡൻ ജൂബിലി അതുപോലെ തന്നെ സിൽവർ ജൂബിലി ആഘോഷിക്കണം. അതേ കുറിച്ചിട്ട് അത് നമ്മള് പിന്നെ സ്കൂൾ ഇപ്പൊ നമുക്കറിയാലോ 76-ൽ തുടങ്ങി. അപ്പൊ 76-ൽ തുടങ്ങുമ്പോ സ്വാഭാവികമായിട്ടും 2026-ല് 50 വർഷം തികയാണ്. നമുക്ക് 50 വർഷം സ്കൂള്. അപ്പൊ അത് നമുക്ക് ഗോൾഡൻ ജൂബിലി മനസ്സിലായി. അതുപോലെ തന്നെ അത് കോയിൻസൈഡ് ചെയ്ത് വന്നതാണ്. സ്കൂളിന് 50 വർഷം തികയുമ്പോൾ ഹയർ സെക്കൻഡറി തുടങ്ങിയിട്ട് 25 സിൽവർ ജൂബിലി ഒരു കോയിൻസൈഡ് ചെയ്ത് വന്നതാണ്. എന്തായാലും ആ രണ്ടും നമുക്ക് സമുചിതമായി ആചരിക്കേണ്ടതുണ്ട്, ആഘോഷിക്കേണ്ടതുണ്ട്. ആ സമയത്ത് എന്തായാലും അടുത്ത അക്കാഡമിക് ഇയറിൽ ജൂണോട് കൂടി തന്നെ വലിയൊരു സ്വാഗത സംഘം ചേരും. ആ സമയത്ത് വ്യാപാരി വ്യവസായികൾ സമിതിയുടെ കൃത്യമായ ഒരു പങ്കാളിത്തം ഉണ്ടാവും. പിന്നെ നമുക്കൊന്ന് ചോദിക്കാനുള്ള ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സംഘടനാ സംവിധാനത്തില് ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട്. അതില് പിന്നെ സക്കീർ മാസ്റ്റർ പ്രവർത്തനം നടത്തിയ ഒരു സംഘടനയെ കുറിച്ചിട്ടും മൊത്തത്തിൽ താഴെക്കോട്ടുണ്ട്. ഞാൻ നമുക്കറിയാലോ സജീവമായി ഒരു കാലത്ത് പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ സജീവ പൊളിറ്റിക്സ് പിൻവാങ്ങിയതാണ്. അതല്ല, പൊളിറ്റിക്സും പൊതുരംഗമാണ്. അപ്പൊ അതിലെന്താ വെച്ചാൽ നമുക്കിപ്പോ ഒരു സ്ഥാനത്ത് ഇരിക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരു ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനം, കാരണം +2 കുട്ടിക്ക് അന്തം വെച്ചു LKG കുട്ടിയല്ല, ഒരു രാഷ്ട്രീയം ഉണ്ടാവും. ഇല്ലല്ലേ, അതിൽ KSUക്കാരുണ്ടാവും, നമ്മൾ ഈ പൊളിറ്റിക്സിൽ ഇങ്ങനെ കവലപ്രസംഗം വെച്ച് നടന്നാലേ അതിന്റെ നമ്മളെ വിലയിരുന്നു. ഒന്നത്. രണ്ടാമത്, ഞാനൊരു പക്കാ പൊളിറ്റീഷ്യൻ ആയാൽ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എന്നോടുള്ള രാഷ്ട്രീയ വിരോധം സ്കൂളിനോടുള്ള വിരോധം ഒരിക്കലും ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരിക്കലും അധ്യാപകരൊന്നും പബ്ലിക് പൊളിറ്റിക്സിലേക്ക് വരരുത് ചിന്തിക്കുന്നതാണ്. പക്ഷെ പല പ്രസ്ഥാനങ്ങളുടെയും അടിവേരും ആണിക്കല്ലും അധ്യാപകരാണ് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതാണ് അതിന്റെ മുഖ്യ കാര്യം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. താഴെക്കൂടെ നമ്മളൊരു വലിയ താല്പര്യത്തിൽ വന്നു തന്നെയാണ്. സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ ഒരു സംഘടന നിലക്ക് ഒരുപാട് ആദ്യത്തെ ഒരു കൊല്ലം നമ്മൾ 10-12 പരിപാടികൾ ഒന്നിച്ച് ഏറ്റെടുത്തു. നമുക്കൊക്കെ അറിയാലോ, സജീവമായിട്ട് നമ്മളൊക്കെ ഉണ്ടായിരുന്നില്ലേ. അതൊരു 5 വർഷം അതിന്റെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്നു. പിന്നീട് 5 വർഷത്തിന് ശേഷം ഒരു മാറ്റം കമ്മിറ്റിയൊക്കെ ഒന്ന് മാറി. ഇപ്പൊ 2 വർഷം കൂടി നമുക്ക് സജീവമാക്കേണ്ടത്. പക്ഷെ ഇപ്പോഴും അതിന്റെ നന്മ ഇപ്പോഴും ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. രോഗികൾക്കും മറ്റുള്ള സക്കീർ മാഷാണ് അന്ന് അതവിടെ ഒരു സ്ഥാപനമായിട്ട് അതവിടെ തുറക്കലും അതിന് മുൻകൈയെടുത്ത സക്കീർ മാഷ് മാത്രമല്ല, സക്കീർ മാഷാണ് മുന്നിൽ നിന്ന് ജനങ്ങളെ സമീപിച്ചിട്ട് രോഗികൾക്ക് ആശ്വാസദായകമായ വീൽ ചെയർ, അങ്ങനെ ഒരുപാട് ഇപ്പൊ പേരെടുത്ത് വീൽ ചെയർ, അങ്ങനെ കട്ടിലുകള്, എയർ കട്ടിൽ, അതായത് കാറ്റ് നിറക്കുന്ന കട്ടില്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഡോക്ടേഴ്സിന്റെ പിന്നെ സേവനങ്ങൾ, അതൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കീഴിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, റിലീഫ് കിറ്റുകള്, മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് അന്ന് കൊടുക്കുന്ന ഒരു രൂപം ഉണ്ടായിരുന്നു. അല്ല, ഇത് റിലീഫിലേക്ക് അന്ന് സ്റ്റാർട്ടിങ്ങിൽ കോവിഡ് കാലത്ത് കൊടുത്തു. പിന്നെ ഇപ്പൊ ഹസ്ത പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളതിന്റെ ഒരു കുറവാണ് കാണുന്നില്ല. അല്ല, പിന്നെ മാത്രമല്ല വേറെ ഒന്നും കൂടി ഉണ്ട്. നമ്മളിത് പറയുമ്പോ അത് കൂടി പറയണം. നമ്മളെ പാറോത്തിങ്കൽ മക്കാമിന്റെ അവരതില് ഒരു ഇതേപോലെ തന്നെ സാന്ത്വനം സംഘടന
സംഭവം എന്തായിരുന്നാലും താഴെക്കോടിന്റെ ചരിത്രം പറയുമ്പോൾ നമ്മളൊക്കെ ഇതൊക്കെ ഉൾക്കൊള്ളിക്കണം. എല്ലാ മേഖലയും ഉൾക്കൊള്ളിച്ച് പാലിറ്റീവ് രംഗത്ത്, ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് എല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ട ഒരു കുടക്കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മേഖല. പിന്നെ നമ്മുടെ നാട്ടിലൊരു PRN ഉണ്ട്, പലിശരഹിത നിധി. അതിന്റെ പ്രസിഡന്റ് ആണ്. നമുക്കതിൽ പണിയൊന്നുമില്ല. അത് ഉമ്മറിന്റെ ആ ഒരു ഭയങ്കര എഫേർട്ട്, മനുഷ്യനൊരു എഫേർട്ടിന് എടുക്കണം. അതില് നമുക്ക് അതിന്റെ നേട്ടം വിളിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ നല്ല വിജയമാണ്. എല്ലാവർക്കും സാമ്പത്തികമായിട്ട് കല്യാണത്തിന് ഒരു മുസ്ലിം സഹോദരന് പ്രയാസപ്പെട്ട് വന്നു. നമുക്കൊക്കെ വന്നിട്ടുണ്ട് അനുഭവം ഉണ്ട് PRN-ന്റെ. അത് നമുക്ക് പലിശ ഇല്ലാതെ കൊടുക്കാൻ പറ്റും. 10 മാസം 5000 വീതം അടച്ചിട്ട് അയാൾക്ക് വീട്ടാനും പറ്റും. നടന്നു പോട്ടെ. അതിന് വലിയ പരസ്യം നമ്മൾ പറയുമ്പോ ഞാൻ അഭിമാനത്തോടു കൂടെ പറയട്ടെ, ഞാനും അതിന്റെ വൈസ് പ്രസിഡന്റാണ് തുടക്കം മുതൽ. പിന്നെ എനിക്ക് അതിലൊരു വ്യക്തിപരമായ ഒരു അനുഭവം ഉണ്ട്. ഞാൻ വ്യക്തിയുടെ പേര് പറയുന്നില്ല, അപ്പൊ ഈ സന്ദർഭത്തിൽ പറയാം, ഇതിനോട് ബന്ധപ്പെട്ടതല്ല. ആ PRN-ന്റെ മഹിമ പറഞ്ഞപ്പോ എന്റെ ഒരു സ്നേഹിതം ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഒരു 3000 രൂപ തരാണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്തിനാ 3000 രൂപ? അല്ല, ഞാൻ 50,000 രൂപ പലിശ കിട്ടുന്നു, അതിന്റെ പലിശ കൊടുക്കാനാണ്. അപ്പൊ 50,000 രൂപയ്ക്ക് 3000 പലിശ കൊടുക്കണം. അതൊക്കെ 50,000 രൂപ ഞാൻ സംഘടിപ്പിച്ചു തന്നാൽ ആ പലിശയുടെ കായ് കടമ്പ് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ ഇതിനെത്ര പലിശ കൊടുക്കേണ്ടി വരും ചോദിച്ചു എന്നോട്. നമ്മളെനിക്ക് പലിശ കൊടുക്കണ്ട, 50,000 രൂപ അടക്കം എടുത്തു തരും. 5000 രൂപ വെച്ചിട്ട് ആദ്യത്തെ ഒരു മാസം അടക്കണ്ട, രണ്ടാമത്തെ മാസം മുതൽ 5000 രൂപ വെച്ചിട്ട് 10 മാസം അടച്ചാൽ മതി. അപ്പൊ ഇത് വേറെ ഒന്നും ചെയ്യണ്ടേന്ന് വെച്ചു. നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട, ഇത്ര മാത്രമേ പറ്റുള്ളൂ. ഇവർക്ക് അത്ഭുതമായി. ഞാൻ എൻ്റെ കെയർ ഓഫിൽ അത് എടുത്തു കൊടുത്തു, ഓരോ കടം വീട്ടി. പിന്നെ അവന് മാറ്റി അടുത്ത വർഷം പറഞ്ഞ് എന്നെ ഒരു ഇതിൽ മെമ്പർഷിപ്പ് ചേർക്കണം. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നിശബ്ദ വിപ്ലവം. ഒന്നും അത് 5 കഴിഞ്ഞില്ലേ, 5-6ാമത്തെ വർഷം. വളരെ നിശബ്ദ വിപ്ലവം. പ്രചാരം ഒന്നും ആരും കൊടുക്കുന്നില്ല. പിന്നെ നമുക്ക് ഇനി ഒരു പോയിന്റ് കൂടി ഉള്ളത്, പിന്നെ മറ്റു മേഖലകളൊക്കെ കഴിഞ്ഞു. നമ്മുടെ താഴെക്കോടിന്റെ അഭിമാനം, അതായത് കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ വളരെ അഭിമാന സ്തംഭമായി നിൽക്കുന്ന നമ്മുടെ താഴെക്കോട് മഹല്, അതിന്റെ ട്രഷറായിട്ട് സക്കീർ മാഷ ഈയിടെയായിട്ട് അതിന്റെ ഒരു ഭാഗത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ അതില് പിന്നെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, മതരംഗത്ത് കൂടിയാണെങ്കിൽ കൂടി താഴെക്കോടിന്റെ ആ ഒരു അഭിമാന സ്തംഭം എന്നുള്ള നിലക്ക് തന്നെ താഴെക്കോട് മഹലിന്റെ ഒരു ഖജാൻജി എന്നുള്ള നിലക്ക് അതിന്റെ ഉത്തരവാദിത്തം എത്രത്തോളം അതില് ഒരു മാഷ അഭിപ്രായം എന്താണ് അതിന്റെ കുറിച്ച്? ഇതുവരെ ഇപ്പൊ നമ്മള് സംസ്ഥാന പ്രസിഡന്റ് ഒക്കെ പറഞ്ഞത് ബാധ്യതയൊക്കെയാണ്. ഇത് സത്യത്തിലൊരു ബാധ്യതയാണ്. ഏറ്റവും ഭയപ്പെടും. ഇപ്പൊ നമ്മൾ ഈ യൂട്യൂബുകളൊക്കെ ഇപ്പൊ ഈ മീഡിയ കൂടുമ്പോ നമുക്ക് പേടിയാകുക. യൂട്യൂബിലൊക്കെ ചില മൂല്യന്മാരെ പ്രസംഗം കേട്ടോണ്ടല്ലോ നമുക്ക് അവിടേക്ക് ചെല്ലാൻ തന്നെ ധൈര്യം തോന്നും. അപ്പൊ അതിന് യോഗ്യനാണോ? നിങ്ങളൊരു പള്ളിയുടെ ഭാരവാഹി ആകാനുള്ള യോഗ്യത സ്വയം ഒന്ന് ചിന്തി. പേടിയാണ് സത്യത്തില്. അത് ഇപ്പൊ കഴിഞ്ഞ ടേമുകളിൽ ഞാൻ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു. നാസറാക്ക പഴയ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു, പിന്നീട് ട്രഷററായിട്ട് മാറി. ഞാൻ പുതിയ കമ്മിറ്റി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും സെക്രട്ടറിമാരിൽ ഒരാളായിരുന്ന ആള് ട്രഷറർ സ്ഥാനത്തേക്ക് വന്നു. നമ്മുടെ മഹലിൽ ഇപ്പോൾ ഞാൻ പറയാത്തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ മഹലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ഈ ചെറിയ മഹലുകളെ കണ്ട് താരതമ്യം ചെയ്യരുത്. അവർക്ക് എന്തും വ്യവസ്ഥാപിതമായിട്ട് ചെയ്യാൻ പറ്റും. ഇത് 1400 1500 അടുത്ത് കുടുംബങ്ങളുള്ള ഒരു മഹലിൽ ഏകോപിപ്പിച്ച് പോവുക, ഒരു പ്രയാസമില്ലാതെ പോവുക, അത് വല്ലാത്തൊരു അത്ഭുതമാണ്. എനിക്ക് മനസ്സിലാവുന്നത്, ഞാനൊക്കെ കത്തി നിൽക്കുന്ന ഒരു സമയം നമ്മൾ ആ 90s അല്ലെങ്കിൽ APKയുടെ ഒക്കെ പ്രശ്നം കത്തി പള്ളി രണ്ടാകുക, മദ്രസ രണ്ടാകുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതുപോലും ഒരു ഇഞ്ച് എവിടെ ചെറിയൊരു വർത്തം ഉണ്ട്, പിന്നെ ഒരു വർത്താനം നടക്കാം. അള്ളാന്റെ അനുഗ്രഹം തന്നെയാണ് കാണുന്നത്. ആ നിലക്ക് പോകുന്നൊരു മഹൽ. അതുകൊണ്ട് എന്ത് പിന്നെന്താ പറയാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ സമയത്ത് വരുന്ന ചെറിയ ഇഷ്യൂസിനെ അതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ ടാക്കിൾ ചെയ്ത് പോകും. അതിലൊന്നും യാതൊരു ഭയമുണ്ട്. എല്ലാവരും ഒന്നിച്ചെന്നെ നിൽക്കുക. ഇതിൽ മാഷി ഈ പള്ളിയെ പറ്റിയിട്ട് ഇപ്പോ എനിക്ക് ഒരു വ്യക്തിപരമായ ഇത് കാര്യമുണ്ട്. കാരണം ഞാനിവിടെ മുന്നിലിരിക്കുന്ന ആളാണ്, അങ്ങാടിയുടെ മുന്നിലിരിക്കുന്ന ആളാണ്. ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, മറ്റേ കിയാത്തി ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇല്ല ആളുകൾ, പ്രവാസികളൊക്കെ. അപ്പൊ ഈ റിട്ടയറിലെ പ്രവാസികളും അവിടെ എല്ലാ പ്രവാസികളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ ആ മേഖലയിൽ പരിചയപ്പെട്ടവരുണ്ട്. അപ്പൊ അവർ ഈ വഴിക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് കയറും. അപ്പൊ അവർ ഈ പള്ളിയെ പറ്റി ചോദിക്കും, താഴെക്കോട്ടിനെ പറ്റി ചോദിക്കും. അപ്പൊ അവർക്കൊക്കെ അത്ഭുതമാണ്, തന്നെ താഴെക്കോട്ടുകാരുടെ ഡോക്ടറുമാണ്. അതായത് അവര് അതിന്റെ പോലീസ് പറയുമ്പോ നമ്മൾക്കത് ഭയങ്കര അഭിമാനാണ്. അപ്പൊ അതിന് ഈ അഭിമാനം എന്നും നിലനിർത്തണം.
അത് നമുക്ക് ഞാൻ നേരത്തെ ഞങ്ങള് അഭിമുഖം നടത്തിയ നമ്മളെ പിന്നെ മക്കാവുമായിട്ട് അഭിമുഖം നടത്തിയ ഹൈദരോസ്ഥാനങ്ങളിലൊക്കെ സൂചിപ്പിച്ചു അത്. കാരണം മഹാന്മാരുടെ ഒരു പാതന്റെ ആ ഒരു അവരുടെ ഒരു പിന്തുണ, അവരുടെ ഒരു പിന്നെ മനസ്സിന്റെ ഒരു അനുഗ്രഹം നമുക്ക് തീർച്ചയായും മമ്പുറത്തങ്ങള് കുറ്റിയടിച്ച ഒരു പിന്നെ പള്ളി പിന്നെ അതുമല്ല മമ്പുറത്തങ്ങൾ നമുക്ക് നൽകിയ പിന്നെ ഒരു കുന്തവും അതുപോലെ തന്നെ തലയിണയും അത് ഇന്നും പള്ളിയിൽ നിൽക്കുക. ആ ഒരു കാവലുണ്ട്. പക്ഷേ നമ്മൾ ഈ ഐക്യത്തോടു കൂടിയൊക്കെ പോകാനുള്ള കാരണം ആ കാവലായി. പിന്നെ നമ്മള് ഈ ചർച്ചയില് മാഷകളെ നമ്മൾ ചോദിക്കാൻ വിട്ടുപോയ ഒരു വിഷയമുണ്ട്. നമ്മളെ ഹൈസ്കൂളുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് തുടക്കത്തില് ഏകദേശം പിന്നെ നമ്മളെ ചുറ്റുവട്ടത്തില് പിന്നെ ഏതൊക്കെ സ്കൂള് വന്നതിന് ശേഷമാണ് ഇവിടെ വന്ന്, അതുപോലെ തന്നെ അതിന് ചെറിയൊരു വിവരണം. അത് ഒരു പക്ഷേ എന്നെക്കാൾ കൂടുതൽ മമ്മൂക്ക തന്നെയായിരിക്കും അല്ലേ, എനിക്ക് അറിയാം. ഞാൻ സ്കൂൾ വന്നതിന് ശേഷമൊക്കെ എന്നോട് നേരത്തെ പറഞ്ഞു നിങ്ങള് താഴെക്കൂട് പിന്നെ കടകളെ കുറിച്ചും വ്യാപാരത്തെ കുറിച്ചും. അപ്പൊ നാസറാക്കാന്റെ ഇന്റർവ്യൂ ഞാൻ കണ്ടു. അതിന്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല, കാരണം എണ്ണി പറയണ്ട കപ്പൽ മൂച്ചി മുത്തരമാക്കാന്റെ കടി ഒക്കെ പറയുമ്പോഴേ ശരിക്ക് മനസ്സിലിങ്ങനെ നൊസ്റ്റാൾജിക്ക് ആയിട്ട് വരുന്നത് അതിന് ശേഷമാണ്. കരിങ്കല്ലത്താണി ഹൈസ്കൂളിന് ശേഷമാണ് താഴെക്കൂട് വന്നിട്ടുണ്ട്. താഴെക്കൂട് മറ്റേ PTMHS വന്നിട്ടുണ്ട്. അതിനു മുമ്പ് മറ്റേ മുതിരമണ്ണ അല്ല 7ാം ക്ലാസ് വരെ ഉണ്ടെന്നൊരു അറിവ് എനിക്കുണ്ട്. അതെനിക്കറിയില്ല, കാരണം ഞാൻ കേട്ടറിവാൻ അതിന്റെ സത്യം. പിന്നെ ഉള്ളത് മറ്റേ അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ 4ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ചിട്ട് 5ാം ക്ലാസ്സിലേക്ക് വരുമ്പോഴാണ് ഈ ഇവിടെ 5 മുതൽ 7 വരെ തുടങ്ങുന്നത്. ഞാൻ 76-ലാണ് എന്റെ ഡേറ്റ് പറഞ്ഞത്. അപ്പൊ 48 വർഷമായി. അതില് വേറൊന്നുണ്ട്, അതിൽ വേറെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. മാഷ് സലീം ഓക്കെ മറ്റേ ഫസ്റ്റ് ബാച്ച് അല്ല AK നാസർ ഞങ്ങളെക്കാളും 1 വയസ്സ് കുറയും, 1-2 വയസ്സ് കുറയും ഞങ്ങളെക്കാളും. അതെ, ഫസ്റ്റ് ബാച്ച് പെട്ടതല്ലേ അല്ലെന്നാണ് എന്റെ അറിവ്. അപ്പൊ നാസർ എവിടെയായിരിക്കും പൂവത്തടക്ക് പഠിച്ചോ? അല്ല, ഫസ്റ്റ് ബാച്ചില്ല, 2ാമത്തെ 3ാമത്തെ ബാച്ചിലാണ്. അത് എന്തായാലും അതിനൊക്കെ സംശയം. നാസർ ഫസ്റ്റ് എനിക്കുണ്ടല്ലോ. എന്താ പറയുക, AK നാസറിന്റെ കാക്കു അസറു ഫസ്റ്റ് ബാച്ച്, അസറും ഒക്കെ സലീം ഒക്കെ അതൊക്കെ ഓക്കെയാണ്. പക്ഷേ നാസർ അതിൽ താഴെ ഇവനും തന്നെ നസീർ മാറ്റി സെക്കൻഡ് ബാച്ച്. അപ്പൊ നാസർ ഫസ്റ്റ് ബാച്ചിലല്ലേ? അതാ ശരിയാണ്. നമ്മളെ വീഡിയോയില് പിന്നെ പോത്തുംപറമ്പിൽ നസീർ ഭായി കൂടി ഉണ്ട്. ജീവിക്കുന്ന തെളിവിനെ കിട്ടിയാൽ അത് ഫസ്റ്റ് ബാച്ചിൽ ഉണ്ട്. എന്താ പറയാൻ കാരണം അറിയോ, നമ്മുടെ സ്കൂളിന്റെ ഫസ്റ്റ് അഡ്മിഷൻ VM മുസ്തഫയാണ്. അഡ്മിഷൻ നമ്പർ കൊടുക്കുമല്ലോ, ആദ്യം ചേർക്കുന്നത് എന്തായാലും ഞങ്ങളൊന്ന് ആദരിക്കും. ഏതായാലും ഇന്ന് വളരെ ഭംഗിയായി തന്നെ നമ്മള് സക്കീർ മാഷ് എന്ന് പറയുമ്പോൾ ഞങ്ങളെ വലിയൊരു കാരണം ഒരുപാട് തിരക്കുകൾ എപ്പോൾ ചോദിച്ചാലും സക്കീർ മാഷ് തിരക്കായിരിക്കും. എപ്പോഴും ഒരുപാട് മേഖലയിലുള്ളതുകൊണ്ട് ഒരുപാട് തിരക്കല്ലേ. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് പിന്നെ വളരെ പിന്നെ കുറെ സമയം ഞങ്ങൾ 10 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിരുന്നത്, കാരണം എന്നാലേ മൂപ്പര് നമുക്ക് ലഭിക്കുള്ളൂ. അപ്പൊ വന്ന് എല്ലാ മേഖലയും ഞങ്ങൾ തൊട്ടുപോയി എന്നുള്ളതാണ് ഞങ്ങളൊരു പ്രതീക്ഷ. ഏതായാലും ഇങ്ങനത്തെ ഒരു ബഹുമുഖ പ്രതിഭയെ താഴെക്കോടിന്റെ എല്ലാ സ്പന്ദനങ്ങളിലും വരും തലമുറകൾക്ക് വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിന് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഒരു പേടി സ്വപ്നം എന്നൊക്കെ ഞങ്ങൾ സക്കീർ മാഷ പറഞ്ഞത്. കാരണം സ്കൂളിൽ അത്രയും പിന്നെ ഈ ഇപ്പോഴൊക്കെ +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ വലിയൊരു പിന്നെ ആവേശത്തിനാണ് അവരൊക്കെ. അപ്പൊ അവരൊക്കെ പിടിച്ചു നിർത്താനും അവർക്കൊരു പിന്നെ സ്ട്രോങ് ആയിട്ടൊരു പിന്നെ നേതൃത്വം കൊടുക്കാനും നൽകുന്ന ഒരു വലിയ അഭിമാനം എന്നുള്ളവർക്ക് നാട്ടുകാരൻ എന്നുള്ള നിലക്ക് അതിന് മാഷ്ക്കൊരു പ്രത്യേക പർപ്പസ് അതിൽ ഉണ്ടായിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ഈ ഒരു മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് താഴെക്കോടിന്റെ എല്ലാ വളർച്ചയിലും ഒക്കെ ഒരു മുഖമുദ്രയായിട്ട് തന്നെ സക്കീർ മാസ്റ്റർ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ചുറുചുറുക്കോട് കൂടെ ഇപ്പൊ ഇതുവരെയും വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ഇനി ഒരു 3 വർഷം കൂടി ഉള്ളൂ എന്ന് പറയുമ്പോൾ ഏജ് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അവർ ലെവലിലെത്തും. ഇന്നും ഒരു ചുറുചുറുക്കോട് കൂടെ തന്നെ അവർ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിലക്ക് സക്കീർ മാസ്റ്റർ കൃത്യമായിട്ടും പിന്നെ താഴെക്കോടിന്റെ ഒരു ഹൃദയസ്പർശിയായ ഒരു വ്യക്തിത്വമാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ വളരെ കൃത്യമായി തന്നെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി താഴെക്കോട് യൂണിറ്റിന്റെ ചരിത്ര പുസ്തകത്തിലേക്ക് 4 പതിറ്റാണ്ടിന്റെ ചരിത്ര പുസ്തകത്തിലേക്ക് നിങ്ങളുടേതായ ഒരു കയ്യൊപ്പ് ചാർത്തിയ ഇന്നത്തെ ഒരു വീഡിയോ
ചർച്ച പിന്നെ വളരെ കൃത്യമായി തന്നെ ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു. കൃത്യമായും വരും തലമുറക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നൂറ്റാണ്ട് കഴിയുന്ന ആളുകൾക്ക് ഞങ്ങളുടെ ചരിത്ര പുസ്തകം നോക്കുമ്പോൾ സക്കീർ മാസ്റ്ററുടെയും നമ്മുടെ സ്കൂളിന്റെയും നമ്മുടെ താഴേക്കോടിന്റെ കൃത്യമായ ഒരു ചരിത്രം, വിദ്യാഭ്യാസ രംഗത്തെ ചരിത്രം കൃത്യമായി ബോധ്യപ്പെടും. അത് തീർച്ചയാണ് എന്നുള്ളത് ഈ ഒരു ചർച്ചയിലൂടെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഏതായാലും ഇന്നത്തെ ചർച്ചയിൽ വളരെ ഗംഭീരമായി സഹകരിച്ച സക്കീർ മാസ്റ്റർക്ക് ഹൃദയംഗമായ നന്ദിയും കടപ്പാടും യൂണിറ്റിന്റെ പേരിൽ അർപ്പിക്കുകയാണ്. എല്ലാവിധ സഹായ സഹകരണങ്ങളും വീണ്ടും പ്രതീക്ഷിക്കുക. അതോടൊപ്പം തന്നെ ഇന്നത്തെ അതിഥിയെ പ്രിയപ്പെട്ട പോത്തുമറമ്പിൽ നസീർ ഭായി കൂടെ ആവുന്നത് ചർച്ചയിൽ പങ്കെടുത്ത് അവിടെ മുമ്പിൽ നിന്ന് കേൾക്കുകയായിരുന്നു. ഏതായാലും ഞങ്ങൾ ഈ ചർച്ചയിൽ കൂടി പങ്കെടുത്തതിന് ഹൃദയംഗമായ നന്ദിയും കടപ്പാടും. നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ, ഞങ്ങളൊരു ചരിത്ര പുസ്തകം ഇറക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. ഒരുപാട് പാകപ്പിഴകളൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും അതിൽ കൂടെയൊക്കെ നിങ്ങളുടെയൊക്കെ പിന്നെ ഒരു കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ട് നമുക്ക് ചരിത്ര സമ്മേളനം ഇവിടെ നടത്തി ഞങ്ങൾ ഈ ആമുഖം നടത്തിയ ആളുകളൊക്കെ ആദരിക്കുന്ന ചടങ്ങൊക്കെ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അതിൽ ഉണ്ടാവണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവിധ രണ്ടു വാക്കുകൂടി ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി സൂചിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. പ്രിയപ്പെട്ടവരെ, സക്കീർ മാഷ് എന്ന ഈ അറിവിൻ്റെ നിറവിടത്തെ ഇത്രയും സമയം നമ്മളെ മുന്നിൽ കിട്ടി എന്നുള്ളത് ഉണ്ടല്ലോ, അത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. അപ്പം അതുകൊണ്ട് ഒരിക്കൽ കൂടി അതിൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിതിവിടെ അവസാനിപ്പിക്കാം. എല്ലാവിധ നന്ദിയും കടപ്പാടും.